നമ്മുടെ നിയമം നമുക്ക് ഒരുപാട് അവകാശങ്ങളും സംരക്ഷണങ്ങളും നൽകുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ട്, ലീഗൽ റൈറ്റ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സ് ഉണ്ട്, പല രീതിയിലുണ്ട്. എന്നാൽ ഇത്തരം അവകാശങ്ങളിൽ നമുക്ക് തന്നതുകൊണ്ട് മാത്രം നമുക്ക് അവകാശങ്ങൾ ഉറപ്പുവരുന്നുണ്ടോ? ഇല്ല. നിയമം നമുക്ക് അവകാശങ്ങൾ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്കത് ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് ഈ അവകാശമുണ്ട് എന്ന്. അവ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അതിന് തക്കതായ നിയമപരമായ പരിഹാര മാർഗങ്ങളിലൂടെ അത് ഉറപ്പുവരുത്തുക, ആ അവകാശം നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ഞാനിതിപ്പോൾ പറയാൻ കാരണം, പല കക്ഷികളും പല ക്ലയൻസ് ആളുകളെ വിളിക്കുന്ന സമയത്താണ്. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിളിച്ച അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ ഒരു എൻക്രോച്ച്മെന്റ് ഉണ്ട്, ഒരു അതിക്രമിച്ച കയറൽ. അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നിയമപരമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, സാധാരണ പലരും ചോദിച്ചു അതേ ചോദ്യം അദ്ദേഹം ചോദിച്ചു, അയ്യോ ഇതിപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വർഷം കുറെ പിടിക്കില്ലേ, സമയം കുറെ പിടിക്കില്ലേ, എനിക്ക് അവകാശമുള്ളതല്ലേ? അദ്ദേഹത്തിന് അവകാശമുണ്ട്, പക്ഷേ ആ അവകാശം ലംഘിക്കപ്പെടുന്ന പക്ഷം ആ അവകാശം ലഭിക്കുന്നുണ്ട്, അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ഓരോ പൗരനും അവരവർക്കുള്ള അവകാശങ്ങൾ, അവരവർക്കുള്ള സംരക്ഷണങ്ങൾ ലംഘിക്കപ്പെടുന്ന പക്ഷം അതിന് തക്കതായ പരിഹാര മാർഗങ്ങളിൽ കൂടെ കോടതികൾ മുഖാന്തരവും അധികാര സ്ഥാപനങ്ങൾ മുഖാന്തരവും അത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത നമുക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലീഗൽ പ്രിൻസിപ്പിൾ പറയുന്നത്, ലോ ഹെൽപ്സ് ദോസ് ഹു ആർ വിജിലൻസ് ആൻഡ് നോട്ട് ദോസ് ഹു സ്ലീപ്പ് ഓവർ ദെയർ റൈറ്റ്സ്. നിയമം ഹെൽപ്പ് ചെയ്യുന്നത് വിജിലന്റ് ആയിട്ടുള്ള ആളുകളെയാണ്. എനിക്കിങ്ങനെ അവകാശമുണ്ട്, അത് എന്തെങ്കിലും തരത്തിൽ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ലംഘിക്കപ്പെട്ടാൽ ഞാൻ അതിൽ ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ വിജിലന്റ് ആയിരിക്കുന്നവർ മാത്രമേ നിയമത്തിന് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അയ്യോ എനിക്കിങ്ങനെ അവകാശമുണ്ട്, നോട്ട് ദോസ് ഹു സ്ലീപ്പ് ഓവർ ദിയർ റൈറ്റ്സ്, എനിക്ക് അവകാശമുണ്ടേ ഇനിയിപ്പോൾ അത് സംരക്ഷിക്കപ്പെട്ടോളും എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അത് ലംഘിക്കപ്പെടുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ തന്നെ നമ്മളുടെ അവകാശങ്ങളെ നിലനിർത്തുക, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വയലേറ്റ് ചെയ്യപ്പെടുന്ന പക്ഷം, ലംഘിക്കപ്പെടുന്ന പക്ഷം അതിനുള്ള നിയമ നടപടികൾ എടുക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ നിയമത്തിനും സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്.